എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. സത്യത്തിൽ എന്താണ് ഫെമിനിസം, ആരാണ് ഫെമിനിസ്റ്റ്? ഞാൻ അറിഞ്ഞ ഫെമിനിസം ഒരു പ്രത്യേകതരം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഫെമിനിസം. ഇനി ഈ പ്രതികരിക്കുന്നവരാണ്, ആ സ്ത്രീകളാണ് ഫെമിനിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഫെമിനിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റുകളെ കുറിച്ചും എൻ്റെ അഭിപ്രായം ഇതാണ്. എൻ്റെ ഈ അഭിപ്രായം ശരിയാവണമെന്നില്ല, പക്ഷേ എൻ്റെ അഭിപ്രായം എന്തായാലും ഇത് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ ഫെമിനിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളെ കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഈ ബഹുജനം പലവിധം എന്നല്ലേ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായവും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവും ഫെമിനിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളെ കുറിച്ചും. സാധാരണ ഈ ഫെമിനിസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും മാനസികപരമായും ആരോഗ്യപരമായും പീഡനമേൽക്കുന്ന അബലകളാവുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങുന്നവരാണ് ഫെമിനിസ്റ്റുകൾ. ആ പ്രവൃത്തിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ ഉച്ചയിൽ കെട്ടി നെറ്റിയിൽ വലിയൊരു പൊട്ട് വെച്ച് തൻ്റെ സ്വന്തം മുഖത്തിന് കൊള്ളാത്ത അല്ല താങ്ങാൻ പറ്റാത്ത വലിയ കണ്ണട വെച്ചിട്ട് ഫെമിനിസ്റ്റായിട്ട് നടക്കുന്നവരല്ല യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ. നമ്മളിപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന ഫെമിനിസ്റ്റുകൾ ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ശബ്ദമുയർത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർക്കൊക്കെ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗോവിന്ദചാമി എന്ന നികൃഷ്ട ജീവിയാൽ കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് വേണ്ടി, അമീറുൽ ഇസ്ലാം എന്ന നരഭോജിയാൽ കൊല്ലപ്പെട്ട ജിഷയ്ക്ക് വേണ്ടി, ഇങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തരം ദാരുണമായ സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ശബ്ദിക്കുന്നതായിട്ട് ഒരു മർമ്മരമെങ്കിലും ഒരു പെറുവെറുപ്പെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന ഈ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ കുടുംബത്തിന് ഒരു താങ്ങാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകളാണത്രേ. ഈ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അച്ഛൻ പല സ്ത്രീകളെ വിവാഹ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു പരീക്ഷണത്തിൽ പരീക്ഷിക്കപ്പെട്ട സ്ത്രീയുടെ മകളായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം ഭാര്യയിൽ പരീക്ഷിക്കുന്ന ആ പരീക്ഷണങ്ങൾ മകൾക്ക് നേരെ പരീക്ഷിച്ചപ്പോൾ ആ അച്ഛൻ്റെ പേരിൽ പരാതി കൊടുക്കുന്ന മകളായിരിക്കും ഫെമിനിസ്റ്റ്. അല്ലെങ്കിൽ ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെയാണ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്വന്തം കുടുംബത്തിലെ പുരുഷന്മാർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ലോകത്തിലെ എല്ലാ പുരുഷന്മാരും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഇവർ വിചാരം. നിങ്ങളെ കുടുംബത്തിലെ പുരുഷന്മാർ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ലോകത്തിലെ എല്ലാ പുരുഷന്മാരും എങ്ങനെയാണ് കുറ്റക്കാരാവുന്നത്? ലോകത്തിലെ എല്ലാ പുരുഷന്മാരും നിങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാരെ പോലെയാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നല്ല കുടുംബത്തിൽ പിറന്ന, കുടുംബത്തെ നല്ലവണ്ണം നോക്കുന്ന നല്ല പുരുഷന്മാരെ കാണാത്തതിൻ്റെ കേടാണ് നിങ്ങൾക്ക്. അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല പുരുഷന്മാരെ കിട്ടാത്തതിൻ്റെ കേട് എല്ലാ പുരുഷന്മാരും മോശമാണ് എന്ന് പറഞ്ഞ് ആത്മസംതൃപ്തി അടയുന്നതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ 100% സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ വെറും വിരലിലെണ്ണാവുന്ന 3% സ്ത്രീകളായിരിക്കും ഈ ഫെമിനിസ്റ്റുകളാണ്, ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുക. ബാക്കി വരുന്ന എല്ലാ സ്ത്രീകളും അവരുടെ കുടുംബത്തെ മാന്യമായി നോക്കി അവരുടെ കുടുംബത്തിലെ പുരുഷന്മാരെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്ത്രീകളായിരിക്കും മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ. അതുകൊണ്ട് ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഫെമിനിസം ഉണ്ടാക്കുന്നു, ഫെമിനിസ്റ്റുകളെ ഉണ്ടാക്കുന്നു. അല്ലാതെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി, സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ഫെമിനിസം. ആ സ്ത്രീകളൊന്നും, ഈ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളൊന്നും നിങ്ങളെ പോലെയല്ല, നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല സാധാരണ സ്ത്രീകളെ. അവർക്കാർക്കും നിങ്ങളെപ്പോലുള്ള ഫെമിനിസ്റ്റുകളുടെ ഒരു സഹായത്തിന് ആവശ്യവുമില്ല. കുടുംബത്തിൽ പിറന്ന, കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീകളും നിങ്ങളെപ്പോലെ ഫെമിനിസ്റ്റുകൾക്ക് ഒരു പിന്തുണയും നൽകില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. ഇത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഓരോ സ്ത്രീകളുടെയും അഭിപ്രായം. അവരാരും തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പിന്തുണയും നൽകില്ല. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഫെമിനിസം എന്ന ആ ഒരു പ്രത്യേക വേഷവിധാനം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. അതിലേക്ക് സാധാരണ സ്ത്രീകളെ വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫെമിനിസം
നീണാൾ വാഴട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടോട് വന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.